Feel it. What the hell happened here? Hasn't happened yet. ഇന്ന് ഞാൻ ടെനറ്റിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ഫിസിക്സ് കോൺസെപ്റ്റാണ് പറയുന്നത്. ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാകും. സോ ടെനറ്റ് കണ്ടിട്ടാവണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ടത്. 30 സെക്കൻഡ് കൊണ്ട് എന്താണ് മൂവി എന്ന് ചുരുക്കി പറയാം. 3ാം ലോക മഹായുദ്ധം നടക്കാൻ പോവുകയാണ്. ഇത് തടയുന്നതിനായി നമ്മുടെ ഹീറോയും പിന്നെ നീൽ എന്ന കഥാപാത്രവും കൂടി നടത്തുന്ന അറ്റംപ്റ്റുകളാണ് ഇതിൻ്റെ തീം എന്ന് പറയാം. ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും കാരണം ഫ്യൂച്ചറിലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് പാസ്റ്റിലുള്ള ആളുകളെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ പാസ്റ്റ് നശിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള ആളുകൾക്ക് ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കാം. ഏറ്റവും ഫേമസ് ആയ ഒരു പാരഡോക്സാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് നിങ്ങൾ ഒരു ടൈം മെഷീനിലൂടെ പാസ്റ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നിങ്ങളുടെ മുത്തച്ഛനെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ജനിക്കില്ലല്ലോ. അച്ഛൻ ജനിച്ചില്ലെങ്കിൽ നിങ്ങളും ജനിക്കില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്ക് പോകാനും സാധിക്കില്ല. സോ മുത്തച്ഛൻ ജീവിക്കുന്നു, അച്ഛൻ ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കുന്നു. സോ നിങ്ങൾ ജീവിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും ടൈം മെഷീനിലൂടെ പാസ്റ്റിലേക്ക് പോകാം. ഇതൊരു പാരഡോക്സാണ്. ടെനറ്റിലാണെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒരു ആൽഗോരിതം ഉണ്ടാക്കുന്നു. എന്നിട്ട് പാസ്റ്റിലുള്ള സെയ്ത്തറിൻ്റെ സഹായത്തോടെ പാസ്റ്റ് ഇല്ലാതാക്കാൻ നോക്കുന്നു. കാരണം പാസ്റ്റിലുള്ള ജനങ്ങളാണ് പ്രകൃതി പ്രക്ഷോഭത്തിനും കാലാവസ്ഥാ മാറ്റത്തിനും കാരണക്കാർ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു സംശയമാണ്, പാസ്റ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ഫ്യൂച്ചർ നിലനിൽക്കും? കാരണം പാസ്റ്റിലുള്ള ആളുകളുടെ പരമ്പര ആവണമല്ലോ ഫ്യൂച്ചർ ജനറേഷൻ. ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് ഈ സിനിമയിൽ പറയുന്നത്. ഈ മൂവിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് ടൈം ഇൻവേർഷൻ. സമയം എല്ലായ്പ്പോഴും ലീനിയറായി ഫോർവേഡ് ഡയറക്ഷനിൽ നീങ്ങുന്നതായാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ടെനറ്റിൽ ടേൺ സ്റ്റൈൽ മെഷീൻ യൂസ് ചെയ്ത് പിറകോട്ട്, അതായത് നമ്മുടെ പാസ്റ്റിലോട്ട് പോകാൻ സാധിക്കും. ഇവിടെ നോക്കുക, നിങ്ങൾ ഈ മെഷീൻ്റെ ചുവന്ന ഭാഗത്താണുള്ളത്. ഇവിടെ ടൈം നോർമലായിരിക്കും. അതായത് വാച്ചിൻ്റെ സൂചി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നീങ്ങുന്നതായിട്ട് കാണാം. കൃത്യം 10:30 AM നിങ്ങൾ മെഷീൻ്റെ റെഡ് സൈഡിലേക്ക് കയറുകയും ബ്ലൂ സൈഡിലൂടെ പുറത്തു വരികയും ചെയ്തു. ബ്ലൂ സൈഡിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ സമയം നോർമലല്ല, അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് വാച്ചിൻ്റെ സൂചി നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് നീങ്ങുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ സമയം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 30 മിനിറ്റ് ബ്ലൂ സൈഡിൽ തങ്ങിയാൽ അത്രയും സമയം പുറകോട്ടായിട്ടുണ്ടാകും. 10:30ക്കാണ് കയറിയത്, ഇപ്പോൾ 10 മണിയായി. അതിനുശേഷം ബ്ലൂ സൈഡിലേക്ക് കയറി റെഡിലൂടെ പുറത്ത് വന്നാൽ നമ്മുടെ സമയം നോർമലായിട്ടുണ്ടാകും. സൂചി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നീങ്ങും. പക്ഷേ നമുക്ക് 10 മണിയായിരിക്കും, മറ്റുള്ളവർക്ക് 10:30 ആയിരിക്കും. അതായത് 30 മിനിറ്റ് നമ്മൾ പാസ്റ്റിലോട്ട് ട്രാവൽ ചെയ്തു എന്ന് പറയാം. സോ ഇങ്ങനെ ടൈം ഇൻവേർഷൻ ആകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സിനിമയിൽ കാണിക്കുന്ന ഒരു കാര്യമാണ്, ടൈം ഇൻവേർഷൻ ചെയ്യുന്നവർ എല്ലാവരും ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവിടെ എൻട്രോപ്പി എല്ലാം റിവേഴ്സൽ ആയിരിക്കും. നമ്മൾ സാധാരണ ശ്വസനത്തിൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. പക്ഷേ റിവേഴ്സ് എൻട്രോപ്പിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഓക്സിജൻ്റെ അഭാവത്തിൽ മരണപ്പെടുക. ഈ ഒരു കാര്യം ശ്വസനത്തിൽ മാത്രമല്ല മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഇതിനെക്കുറിച്ചൊന്നും സിനിമയിൽ പരാമർശിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കരളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷനാണ് ഡിറ്റോക്സിഫിക്കേഷൻ. അതായത്
ശരീരത്തിൽ പ്രവേശിക്കുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കൽ. പക്ഷേ ടൈം ഇൻവേർഷനിൽ ഈ പ്രോസസ്സ് ഓപ്പോസിറ്റായി സംഭവിച്ചാൽ നമ്മുടെ രക്തത്തിൽ പോയിസൺ ആവുകയും മരണപ്പെടുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻവേർട്ടഡ് ടൈമിൽ എത്ര നേരം തുടരാനാകും എന്നതാണ് മറ്റൊരു ചോദ്യം. തിയററ്റിക്കലായി നമുക്ക് വേണേൽ ജീവിതകാലം മുഴുവനായി ഇൻവേർട്ടഡ് ടൈമിൽ സ്പെൻഡ് ചെയ്യാം. പക്ഷേ അത്രയും ഓക്സിജൻ വഹിക്കണമെന്ന് മാത്രം. 2008 പുറത്തിറങ്ങിയ ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന മൂവിയിൽ തൻ്റെ പ്രായം പുറകിലോട്ട് പോകുന്ന വളരെ വിചിത്രമായ അസുഖത്തോടു കൂടി ജനിച്ച ബെഞ്ചമിൻ്റെ കാര്യങ്ങൾ പോലെ ആയിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇൻവേർട്ടഡ് ടൈമിൽ ചെലവഴിക്കുന്നത് വഴി ഒരിക്കലും നിങ്ങളുടെ പ്രായം കുറഞ്ഞ് കുഞ്ഞുവരെ എത്തുകയും എന്നിട്ട് ജനിക്കാതെ ആവുകയും ഒന്നും ചെയ്യില്ല. മെഷീനിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പ്രായം സാധാരണഗതിയിൽ കൂടും. ഒരു എക്സാമ്പിളായിട്ടാണെങ്കിൽ ഞാനിപ്പോൾ അതായത് 2020 ടേൺസ്റ്റൈൽ മെഷീനിൽ കയറി. എൻ്റെ ഇപ്പോഴുള്ള പ്രായം 20 ഒരു 30 വർഷം അവിടെ സ്പെൻഡ് ചെയ്താൽ 1990 എത്തും. അപ്പോൾ എൻ്റെ പ്രായം 50 ആയിട്ടുണ്ടാവും. നമ്മളിതുവരെ ഇൻവേർട്ടഡിൽ വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി ബുള്ളറ്റ് പോലെയുള്ള ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സിനിമയിൽ കാണാം ഒബ്ജക്റ്റിൽ തറച്ച ബുള്ളറ്റ് തിരിച്ച് തോക്കിലേക്ക് കയറുന്നത്. പിന്നെ സെയ്തർ കാർ കത്തിക്കുമ്പോൾ അവിടെ ബ്ലാസ്റ്റിങ്ങിന് ശേഷം ടെമ്പറേച്ചർ മൈനസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ പ്രൊട്ടഗോണിസ്റ്റ് ഹൈപ്പർതെർമിയ ആകുന്നു. വളരെ തണുത്ത താപനിലയിൽ ദീർഘനേരം നിന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ചൂട് നഷ്ടമാകും. കാരണം എനർജി എപ്പോഴും കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞിടത്തേക്കാണ് നീങ്ങുന്നത്. സോ നമ്മുടെ ശരീരത്തിൽ നിന്നും സംഭരിച്ചു വെച്ച ഊർജ്ജം നഷ്ടമാവുകയും ശരീര താപനില കുറയുകയും ചെയ്യും. ഈ ഒരു സിറ്റുവേഷനാണ് ഹൈപ്പർതെർമിയ. വേറൊരു സന്ദർഭമാണ് കൈറ്റിന് റിവേഴ്സ് ബുള്ളറ്റ് ഷോട്ട് ഏൽക്കുന്നു. സോ ആ മുറിവ് മാറ്റാൻ വേണ്ടി പ്രൊട്ടഗോണിസ്റ്റും നീലും കൂടി കൈറ്റിനെ ഇൻവേർട്ടഡ് ടൈമിലേക്ക് കൂട്ടിപ്പോകുന്നുണ്ട്. ഈ 3 സിറ്റുവേഷനുകളും നമുക്ക് എൻട്രോപ്പിയായി റിലേറ്റ് ചെയ്ത് പറയാൻ കഴിയും. എൻട്രോപ്പി കുറച്ച് ഡിഫിക്കൽട്ടായ കോൺസെപ്റ്റാണ്. വളരെ ബേസിക്കായി നോക്കുകയാണെങ്കിൽ നിശ്ചിത സമയത്തുള്ള എനർജി ഡിസ്ട്രിബ്യൂഷനാണ് എൻട്രോപ്പി. ലേ ചാട്ട്ലർ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിൽ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറ്റം വരുത്തിയാൽ സിസ്റ്റം അത് ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനിലൂടെ ബാലൻസ് ചെയ്യും. എനർജിയും ഏകദേശം ഇതേപോലെ തന്നെയാണ്. പിന്നെ ലോ എൻട്രോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഊർജത്തിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഇനി ഹൈ എൻട്രോപ്പി ആണെങ്കിൽ എനർജി അവിടെ ബാലൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ടായിരിക്കും എനർജി ഉണ്ടാവുക. എക്സാമ്പിളായിട്ട് ചൂടുവെള്ളം എടുക്കാം. സോ ചൂടുവെള്ളത്തിൽ നിന്നും ചൂട് ചുറ്റുമുള്ള തണുത്ത അന്തരീക്ഷത്തിലേക്ക് നഷ്ടമാകുന്നു. ഇങ്ങനെ ചൂട് നഷ്ടമാകും തോറും ആ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കൂടിക്കൂടി വരികയും എനർജി ബാലൻസ് ആവുകയും ചെയ്യുന്നു. ഇനി ടെനറ്റിൽ നോക്കുകയാണെങ്കിൽ ഇൻവേർട്ടഡ് ടൈമിൽ എൻട്രോപ്പി റിവേഴ്സ് ആകും. അതുകൊണ്ട് തന്നെ സമയം കഴിയും തോറും ഒബ്ജക്റ്റിൻ്റെ എൻട്രോപ്പി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. ഇവിടെയും ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി കാറ് പൊട്ടിത്തെറിക്കുമ്പോൾ ഇൻവേർട്ടഡ് ടൈമിൽ ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലോഷൻ്റെ എൻട്രോപ്പി റിവേഴ്സ് ആയിരിക്കും. അങ്ങനെ അത് തണുക്കുകയും ചുറ്റുപാടിൽ നിന്നും ആ സിസ്റ്റത്തിലേക്ക് എനർജി വലിക്കുകയും ചെയ്യുന്നു. നോർമൽ ടൈമിൽ ആണ് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ. പക്ഷേ റിവേഴ്സിലാണെങ്കിൽ തുടക്കത്തിൽ -°C ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ബുള്ളറ്റിൻ്റെ കാര്യവും. നോർമൽ ടൈമിൽ നോർമൽ ബുള്ളറ്റ് ഫോർവേഡ് ഡയറക്ഷനിലോട്ട് ചലിക്കുന്നു. സമയം കഴിയുന്തോറും അതിൻ്റെ ചൂട് കുറഞ്ഞു വരും. ഇനി ഇൻവേർട്ടഡ് ടൈമിൽ ഇൻവേർട്ടാക്കിയ ബുള്ളറ്റ് വെടിവെച്ചാൽ അതും ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചൂട് കുറയും. ബുള്ളറ്റ് ചലിക്കും തോറും ആ സിസ്റ്റം ചുറ്റുപാടിൽ നിന്നും ചൂട് വലിച്ചെടുക്കും. ഇനി അവസാനമായി നോർമൽ ടൈമിൽ ഇൻവേർട്ട് ബുള്ളറ്റ് ആണെങ്കിൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും ചലനം. എൻട്രോപ്പി റിവേഴ്സ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കോൾഡും പിന്നെ ചൂട് കൂടുകയും ചെയ്യും. ഇനി ഈ ഇൻവേർട്ടഡ് ബുള്ളറ്റ് വസ്തുക്കളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. കൈറ്റിൻ്റെ കേസ് എടുക്കാം. സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കൈറ്റിൻ്റെ ഹസ്ബൻഡ് സെയ്തർ
ടേൺ സ്റ്റൈൽ മെഷീനിലൂടെ ഇൻവേർട്ടഡ് ടൈമിലേക്ക് പോകുന്നു. എന്നിട്ട് കൈറ്റിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. കൈറ്റ് ഇപ്പോൾ നോർമൽ ടൈമിലാണ് ഉള്ളത്. സൈത്തർ അവളെ മെഷീൻ്റെ ഇൻവേർട്ടഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഇൻവേർട്ടാക്കിയ ബുള്ളറ്റ് വെച്ച് വെടിവെക്കുന്നു. ഇൻവേർട്ടായ സൈത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ബുള്ളറ്റ് ഫോർവേഡ് ഡയറക്ഷനിൽ അവളെ തുളച്ച് ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പ്രൊട്ടഗോണിസ്റ്റിൻ്റെയും കൈറ്റിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ആ ബുള്ളറ്റ് നേരെ ഓപ്പോസിറ്റായി അവളിലൂടെ തിരിച്ച് സൈത്തറിൻ്റെ തോക്കിലേക്ക് കയറുന്നതായിട്ടായിരിക്കും കാണുക. ഫ്യൂച്ചറിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം ലോകം ഇല്ലാതാവാൻ പോകുന്നു. അങ്ങനെ ഒരു ഫീമെയിൽ സയൻറ്റിസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണക്കാരായ പാസ്റ്റിലുള്ള ജനങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ആൽഗോരിതം ഉണ്ടാക്കുന്നു. ഇത് പാസ്റ്റിൽ പല ഭാഗങ്ങളിലായി വെക്കുന്നു. ഈ ആൽഗോരിതത്തിൻ്റെയും ടേൺ സ്റ്റൈൽ മെഷീൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും സൈത്തറിന് കൈമാറുന്നു. ഈ ആൽഗോരിതം ബോംബ് ആക്റ്റീവായാൽ പാസ്റ്റിലുള്ള എല്ലാ ജനങ്ങളും ഇൻവേർട്ട് ആവുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്തിങ് പ്രോബ്ലം പിന്നെ മറ്റു ശാരീരിക പ്രശ്നങ്ങൾ കാരണം എല്ലാവരും ഇല്ലാതാവും. ഇതാണ് അവരുടെ പ്ലാൻ. ടൈം ട്രാവൽ പോലെയല്ല ടൈം ഇൻവേർഷൻ. ആൾട്ടർനേറ്റീവ് ടൈം ലൈനോ റിയാലിറ്റീസോ ഉണ്ടാവില്ല. പിന്നെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പോലെയുള്ള ചില പാരഡോക്സ് വെച്ച് പാസ്റ്റ് ഇല്ലാതായാലും ഫ്യൂച്ചർ നിലനിൽക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. പാസ്റ്റ് ഇല്ലാതായാൽ ഫ്യൂച്ചറിലെ കാലാവസ്ഥ ദുരന്തം എങ്ങനെ മറികടക്കുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു സ്ഥലത്ത് ആൾതാമസമില്ലെങ്കിൽ അവിടെ പ്രകൃതി അതിൻ്റെ ശക്തി തിരിച്ചു പിടിക്കും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിപ്യാറ്റ് നഗരം. 1986 ചെർണോബിൽ ദുരന്തം കാരണം അവിടെയുള്ള ജനങ്ങൾ മരിക്കുകയും ബാക്കിയുള്ളവർ റേഡിയേഷൻ കാരണം അവിടെ നിന്ന് മാറി താമസിക്കുകയും ചെയ്തു. അങ്ങനെ 34 വർഷം അവിടെ ആൾതാമസമുണ്ടായില്ല. ഇപ്പോൾ അവിടെ ഒരു കുറ്റൻ വനപ്രദേശമായി മാറിയിട്ടുണ്ട് പ്രിപ്യാറ്റ് നഗരം. ഇതേപോലെ പാസ്റ്റിലെ എല്ലാവരും ഇല്ലാതായാൽ ഫ്യൂച്ചറിലെ ക്ലൈമറ്റ് ക്രൈസിസ് സോൾവ് ചെയ്യാൻ കഴിയും. മറ്റൊരു ചോദ്യമാണ്, സൈത്തറിനെ കൈറ്റ് കൊല്ലുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ആൽഗോരിതം ബോംബ് ആക്റ്റീവ് ആവാതിരുന്നത് എന്ന്. സൈത്തർ ഒരു ക്യാൻസർ രോഗിയാണ്. അധികകാലം ജീവിക്കില്ല. താൻ മരിക്കുന്നതിനോടൊപ്പം ഈ ലോകത്തിലെ എല്ലാവരും ഇല്ലാതാവണം എന്ന സെൽഫിഷ് മൈൻഡുള്ള ഒരുത്തനാണ് അയാൾ. അയാളുടെ കയ്യിൽ ഒരു ബാൻഡ് ഉണ്ട്, അതൊരു സെൻസറാണ്. എന്നാണോ സൈത്തറിൻ്റെ ഹേർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുന്നത്, അപ്പോൾ ആ സെൻസർ ആക്റ്റീവ് ആവുകയും അൽഗോരിതം ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഇത് ആക്റ്റീവ് ആവുന്നതിന് മുമ്പേ പ്രൊട്ടഗോണിസ്റ്റും ടീമും ചേർന്ന് അത് തടയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോളൻ്റെ സിനിമകളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് ടെനറ്റ്. കുറേ പേര് ഈ ഫിലിമിനെ ഇൻസെപ്ഷനായി കമ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ഇൻസെപ്ഷൻ ഡ്രീം ഇൻസൈഡ് എ ഡ്രീം വെച്ച് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ടെനറ്റിലാണെങ്കിൽ ഇതുവരെ ഒരു മൂവിയിലും കണ്ടിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ടൈം ഇൻവേർഷനും റിവേഴ്സ് എൻട്രോപ്പിയൊക്കെയാണ് വരുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡായ ഈ മൂവിയിലെ ഏകദേശം കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യത്യസ്ത വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാക്കും. ബിക്കോസ് നോളൻ്റെ മൂവിയാണ്. പിന്നെ ഞാൻ ഒരാഴ്ചയോളം ഈ മൂവിയുമായി ബന്ധപ്പെട്ട് റിസർച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഈ മൂവിയെപ്പറ്റി ഇപ്പോഴും പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഓൾ.